ഹായ് ഹലോ എല്ലാവർക്കും ഡി വി ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ സാരിയുടെ മുന്താണിയിലും ഷോളിലൊക്കെ ചെയ്യാൻ പറ്റിയ വർക്കുകളാണ്. ഒരു 3 വർക്കാണ് ഇന്ന് കാണിക്കുന്നത്. അതിൽ ഫസ്റ്റത്തെയാണ് ഈ കാണിക്കുന്നത്. ഇതുപോലെ ത്രെഡിൽ നീഡിൽ കോർത്ത ശേഷം ഇതുപോലെ എവിടെയാണോ സ്റ്റിച്ച് ചെയ്യേണ്ടത് അവിടെ കോർത്തെടുത്ത് ഇപ്പം ഞാൻ ഒരു പിങ്ക് കളർ ബീഡ് കോർത്ത് ഇതുപോലെ ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, പിങ്ക് കളർ. ശേഷം നല്ല ടൈറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ശേഷം ബീഡ്സിന് കണ്ടോ, ഈ ബീഡ്സിനുള്ളിലേക്ക് ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, കോർത്ത് എടുത്ത ശേഷം ഇത് ഷുഗർ ബീഡ്സാണ്, വൈറ്റ് കളർ ഷുഗർ ബീഡ്സ്. ഇതുപോലെ ഞാൻ ഇപ്പോൾ ഒരു 20 എണ്ണമാണ് കൊടുക്കുന്നത്. ഒരു സൈഡിൽ 20 എണ്ണം ഇതുപോലെ കോർത്തെടുക്കുന്നുണ്ട്. അതിനിടയിൽ നന്ദൂസ് വിരൽ മുറിഞ്ഞതൊക്കെ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. അവൾ ക്യാമറയുടെ ഭാഗത്ത് നിന്ന് കാണിച്ചിട്ട് ഫോണിൽ നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. ശേഷം നമ്മൾ ഇതുപോലെ 20 ബീഡ്സ് കോർത്തതിന് ശേഷം കണ്ടോ, ഇതുപോലെ ആദ്യം കൊരുത്ത നമ്മുടെ പിങ്ക് ബീഡ്സിനകത്തൂടെ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്നു. ഇപ്പം നമ്മൾ ചെയ്തതുപോലെ തന്നെ 20 ബീഡ് തന്നെയാണ് ഇപ്പുറത്തെ സൈഡിലും എന്ത് ചെയ്യുന്നത്, കോർത്തെടുക്കുന്നത്. അതിനിടയിൽ വീണ്ടും വന്ന് കുങ്കുമം എന്തൊക്കെ പുരട്ടിക്കൊണ്ട് മുറിഞ്ഞെന്നും പറഞ്ഞ് ഇത് തന്നെയാണ് ഇവളുടെ ജോലി. അപ്പോൾ ഇതുപോലെ തന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, കോർത്തെടുത്തു. ശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു, ആ ബീഡ്സിൽ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അകത്തേക്ക് കോർത്തെടുക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 10 ഒരു 8 ബീഡ് നമ്മളിതുപോലെ കോർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ. അതായത് നേരത്തെ ഓരോ സൈഡിലും നമ്മൾ 20 ബീഡ്സ് വീതമാണ് കോർത്തത്. ഇവിടെ ഏകദേശം ഒരു 8 എണ്ണോ എന്തെങ്കിലും മതി. ഇതുപോലെ കോർത്തതിന് ശേഷം നമ്മൾ ആദ്യം എടുത്തില്ലേ പിങ്ക് കളർ, ആ ബീഡ് തന്നെ ഫസ്റ്റ് കോർത്ത് കൊടുക്കുന്നത്. കണ്ടോ, അത് കഴിഞ്ഞ് ഒരു ഷുഗർ ബീഡ്സും കൂടെ കോർത്ത് കൊടുക്കുന്നുണ്ട്, ഈ കാണുന്ന രീതിയിൽ. എന്നിട്ട് ഇനി ഈ ഷുഗർ ബീഡ്സ് നമ്മൾ ലാസ്റ്റ് കോർത്ത ഷുഗർ ബീഡ്സ് മാറ്റിയതിന് ശേഷം കണ്ടോ, അത് മാറ്റിയതിന് ശേഷം അതിനകത്തൂടെ നമ്മൾ കോർക്കില്ല. ആ വലിയ ബീഡ്സ് തൊട്ട് ഷുഗർ ബീഡ്സ് താഴെ വരെ, ഷുഗർ ബീഡ്സ് വരെ ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുപോലെ ഈ കാണിക്കുന്ന രീതിയിൽ തന്നെ കോർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, അതുപോലെ തന്നെ അടുത്തും ഇനി നമ്മൾ ഷുഗർ ബീഡ്സ് കോർത്ത ശേഷം ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, നമ്മുടെ പിങ്ക് കളർ ബീഡ്സ് ഇട്ട് അടുത്തൊരു ഷുഗർ ബീഡ്സും കൂടെ കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഒരു ഷുഗർ ബീഡ്സും കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷുഗർ ബീഡ്സിൽ എന്ത് ചെയ്യില്ല, നമ്മൾ കോർക്കില്ല. അതിനെ മാറ്റി നിർത്തിയിട്ട് വീണ്ടും ബാക്കി എല്ലാത്തിനൂടെയും കോർത്ത് ഇതുപോലെ മുകളിൽ നമ്മുടെ ക്ലോത്തിൽ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, കുരുങ്ങാതെ ശ്രദ്ധിക്കണം. നല്ല ലെങ്ത് ഇടാതെ ഇത്തിരി ലെങ്ത് കുറച്ച് ത്രെഡ് എടുത്താൽ മതി. ഇതിപ്പോൾ എൻ്റെ ഇത്തിരി ലെങ്ത് കൂടിപ്പോയി, അതിലാണ് ജസ്റ്റ് ഒന്ന് കുരുങ്ങി. എന്നിട്ട് നന്നായിട്ട് ബാക്കിൽ കെട്ടിട്ട് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ നല്ല ഭംഗിയുള്ള നമ്മൾ ഈ ബോയൊക്കെ ചെയ്യുമ്പോൾ, ഈ റിബൺ ബോയൊക്കെ ചെയ്യുമ്പോൾ ഇരിക്കില്ല, അതുമാതിരി നന്നായിട്ടിരിക്കും. ഇത് കുറേ 5-6 എണ്ണം അടുപ്പിച്ച് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇത് രണ്ടാമത്തെയാണ്. ഈ കാണുന്ന പോലെ വീണ്ടും ത്രെഡ് എടുത്ത ശേഷം ഒരു പിങ്ക് കളർ ബീഡ്സ് എടുത്തു. അത് കഴിഞ്ഞ് ഒരു ബ്ലൂ കളർ ബീഡ്സും വീണ്ടും ഒരു പിങ്ക് കളർ ബീഡ്സും കൂടെ എടുത്ത് കോർത്ത് ഈ കാണുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്തപ്പോൾ ഒരു നോട്ടും കൂടെ അവിടെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇത് ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് റോസ് കളർ ബീഡ്സിനകത്തൂടെ ഇതുപോലെ കോർത്ത ശേഷം അടുത്ത് പിങ്ക് ബീഡ്സ് തന്നെയാണ്. 3 എണ്ണം വീണ്ടും കോർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ കോർത്ത ആ ബീഡ്സിനകത്തേക്ക് ഇതുപോലെ കയറ്റി, കണ്ടോ ലോക്ക് ഇടുന്നത്, ത്രെഡ് അതിനുള്ളിലേക്ക് കണ്ടോ ഇതുപോലെ കയറ്റിയതിന് ശേഷമാണ് ഒരു ലോക്ക് ഇട്ട് കൊടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ. അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ വീണ്ടും ബീഡ്സ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ എടുത്ത് വീണ്ടും ബീഡ്സ് എടുത്ത് കോർത്ത് ഒരു ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ ലോക്ക് ഇടുന്നത് നമ്മൾ ഈ ചെയിൻ സ്റ്റിച്ചൊക്കെ ഇടുമല്ലോ, അതുപോലെ ജസ്റ്റ് ഒന്ന് അതായത് ത്രെഡ് കണ്ടോ ഇതുപോലെ എടുത്ത് ഇങ്ങനെ ഇറുക്കി വലിച്ചാൽ മതി, അതങ്ങ് ലോക്കായിക്കോളും, ഒരു ചെയിൻ സ്റ്റിച്ച് പോലെയൊക്കെ.
ശേഷം ദാ ഇതുപോലെ തിരിച്ച് ബീഡ്സിനുള്ളിലേക്ക് കയറ്റി കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കും. ഇതുപോലെയാണ് ഈ വർക്ക് വരുന്നത്. കണ്ടോ, ഷോളിലൊക്കെ നമുക്കിതുപോലെ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത് നമ്മൾ മൂന്നാമത്തെ വർക്കാണ് ചെയ്യുന്നത്. ഈ കാണുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ ക്ലോത്തിൽ ഇതുപോലെ നീഡിൽ കയറ്റിയതിന് ശേഷം ഇതുപോലെ കോർത്തെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഷുഗർ ബീഡ്സ്, ഒരു ബ്ലൂ കളർ ഷുഗർ ബീഡ്സ് എടുത്ത് ഇതുപോലെ കോർക്കുന്നുണ്ട്. കണ്ടോ, അത് കഴിഞ്ഞിട്ട് ഒരു ഗോൾഡൻ കളർ ബീഡ്സ്, അതും ഷുഗർ ബീഡ്സ് തന്നെയാണ്, എടുത്ത് ഒരു ഗോൾഡൻ കളർ ബീഡ്സ് കോർക്കുന്നുണ്ട്. പിന്നീട് ഒരു 5 6 നമ്മുടെ ഷുഗർ ബീഡ്സ് കോർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 അങ്ങനെ. അതിന് ശേഷം ഈ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് നീക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, അതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഇരിക്കുന്ന ബീഡ്സിനകത്തൂടെ ത്രെഡ് കോർത്തെടുക്കുക. കണ്ടോ, ഇതുപോലെ. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബ്ലൂ കളർ ബീഡ്സ് കോർക്കുക. അത് കഴിഞ്ഞ് ഒരു ഷുഗർ ബീഡ്സ്, ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സ് കോർക്കുക. പിന്നെ ഒരു 5 ബ്ലൂ കളർ ഷുഗർ ബീഡ്സും കൂടെ കോർക്കുക. അങ്ങനെ കോർത്തെടുക്കുക. 5 ബീഡ്സ് കോർത്തതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. കണ്ടോ, വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നു. ഇതുപോലെ വീണ്ടും എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ. അപ്പം ഇങ്ങനെ ഫുള്ളായിട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ലുക്ക് കിട്ടും ഷോളിനൊക്കെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക, ഞാൻ റിപ്ലൈ തരുന്നത്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.